ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് പറയാൻ പറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി. സിനിമയിൽ ഇന്റർവ്യൂ ഇത് നിങ്ങൾക്ക് രതീഷിന് നെഗറ്റീവ് ആവില്ലേ? രതീഷ് കൃഷ്ണൻ നമ്മൾ കൃഷ്ണൻ പറഞ്ഞാൽ മതി, എനിക്കത് നെഗറ്റീവ് ആവും എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ഫേസസ് ആണ് ഇത് രണ്ടും. വാട്ട് എവർ യു സേ ദാറ്റ് ഇസ് ദ ഫാക്ട്. ഓക്കെ, അപ്പം ഐ എം നോട്ട് എ ഫെമിലിയർ ഫേസ്. ഞാൻ ഒരു ഫെമിലിയർ ഫേസ് അല്ല. ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആറാട്ടണ്ണനും അലൻ ജോസും അവർ സിനിമയിൽ അഭിനയിച്ചിട്ട് അവർക്ക് ഈ ഫോളോവേഴ്സിനെ കിട്ടിയതല്ല. അവർ സംഹൗ ദേ ആർ എന്റർടൈനിങ് ഓഡിയൻസ് ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ ഹാവിങ് ദാറ്റ് റീച്ച്, ദ കൈൻഡ് ഓഫ് റീച്ച് അല്ലേ. അത് അവരുടെ മേഖല ഏത് രീതിയിലാണ് അവർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ദേ ആർ ഫെമിലിയർ ഫേസസ് ആൻഡ് ഞാൻ ഫെമിലിയർ ഫേസ് അല്ല എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ ഫെമിലിയർ അല്ല. അപ്പോൾ ഞാൻ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിച്ച് ഫെമിലിയർ ആയി വരിക എന്നുള്ളൊരു ഒരു ടീഡിയസ് പരിപാടി അവിടെ കിടക്കുന്നു. അറ്റ് ദ സെയിം ടൈം സിറ്റിംഗ് വിത്ത് ടു ഫെമിലിയർ ഗൈസ്, എനിക്കിപ്പം പോയി അമിതാഭ് ബച്ചന്റെയും ജാക്കി ചാന്റെയും കൂടി ഇരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് മൈ സിറ്റുവേഷൻ, റൈറ്റ്? വാട്ട് എവർ വി ഗെറ്റ്, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്നെ മാക്സിമം പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്ക് വേണ്ടി തന്നെ വിളിച്ച ദൈവത്തെ ഓർത്ത് പുള്ളി വിളിച്ച് രതീഷിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഞാനായിട്ടൊരു കണക്ട് ആയപ്പോൾ പുള്ളി എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഒരു ആക്ടറാണ്. ഇവര് ആക്ടിങ്ങിലേക്ക് എത്താൻ നിൽക്കുന്ന ആൾക്കാരാണ്. ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമില്ല. ഇല്ല 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 വിളിച്ചെടുത്ത് അഭിനയിച്ചാണ് ഇങ്ങേർക്ക് പോയ ആഗ്രഹമാണ്. ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എത്തപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതുവരെയുള്ള സംഭവം യു ഹാഡ് ദാറ്റ് റീച്ച് വിത്ത് ലൈക്ക് റീച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ എന്താ പറയുക ആ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയാൽ യു ഹാവ് എ ലോങ് പാത്ത് ലെയ്ഡ് ഓൾറെഡി. മുന്നിൽ ആ ഒരു പാത ഇട്ടിട്ടുണ്ട്. 10 years down the line the entire perception is going to change. അപ്പോൾ you guys will be the winners. even though ഇപ്പോൾ കുറച്ച് കളിയാക്കലും പരിപാടികളും ഒക്കെ ഉണ്ട്, അത് നിങ്ങളും കുറച്ച് റിഫൈൻഡ് ആവുക. നിങ്ങളുടെ ക്യാരക്ടർ, ഞാനിത് പറയാം, ഞാൻ നല്ല കൂറയാണ്, നല്ല കട്ട കൂറയാണ്, എനിക്കറിയാവുന്ന. ബട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ എന്ത് വേണോ വേണ്ട എന്നൊരു സാധനം ഡിസൈഡ് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ലെറ്റ്സ് വൈറ്റ് അപ്പ്. നിർത്തുന്നതിന് മുമ്പ് JSK റിലീസ് ആവുകയാണ്. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ ടോണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. പിന്നെ ആറാട്ടൻ ആദ്യം ചോദിച്ചത് ഇത് കണ്ണാടി വെച്ചോളൂ. കണ്ണാടി വെച്ചു. ഞാൻ സ്ഥിരം കണ്ണാടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് വെച്ചോ, എന്നിട്ട് പറ എങ്ങനെയാണെന്നാ കണ്ണാടി. കാരണം ഒന്നും തോന്നില്ല. ഇതെത്രയാന്ന് പറയാമോ? അപ്പൊ ഇനി മേല കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷോ ആണ് ഞാൻ പറയുന്നത്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചു. ഫുഡ് കഴിക്കുമ്പോ രതീഷ് ഫുഡ് കഴിക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാണിച്ചാ. ഇനി എന്നെ കളിയാക്കാനോ ഇനി ഞാൻ ഒരു വട്ടം കൂടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കത്തില്ല. ദിസ് ഇസ് ലൈക്ക് ആസ്റ്റിക് മാൻസൺ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്ലാസ് ആണ്. അല്ലെങ്കിൽ സോഡാ കണ്ണാടി പോലെ ഇരിക്കും. ഞാൻ ആക്ടറാണ്. അപ്പൊ ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ചിലപ്പോൾ കണ്ണാടി വെച്ചിരിക്കും, കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കും. സോ അതിനകത്തൊക്കെ വലിയ കാര്യങ്ങൾ അത് കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷെ റിലീസ് ഉടനെ എന്തായാലും റിലീസ് ഉണ്ടായിരിക്കും എന്നുള്ളതല്ലേ. അല്ലാതെ ഈ പേരുമാറ്റിൽ ഇത് പടം റിലീസ് ചെയ്യാത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇതുണ്ടല്ലോ. അതൊന്നും പടം റിലീസ് ആവും. ഞാൻ ഹാപ്പിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പടത്തിന്റെ ഹീറോ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ്. അപ്പൊ പടം റിലീസ് ആവും. താങ്ക് യു വെരി മച്ച്. ഇത് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു കുറെ കമന്റ് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഓക്കെ, താങ്ക് യു. ബട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരുപാട് സപ്പോർട്ട് നൽകുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ രീതിയിൽ എന്നെ കുറിച്ച് കേട്ടാലും വന്നാലും പടം വരുമ്പോ പടത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് മലയാളി. കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കലയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ JSKക്കും ഇനിയുള്ള എൻ്റെ എല്ലാ സിനിമകൾക്കും നായകനായിട്ട് ഇപ്പോൾ ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് വാസുവാണ് ഡയറക്ടർ.
ഹരിത സിനിമ ശിവൻ എന്താണ് ഫ്രഞ്ച് കിസ് സ്റ്റോറി ഫ്രഞ്ച് കിസ് കണക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് സിനിമ കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഫ്രഞ്ച് കിസ് ഉണ്ടോ ഇല്ലയോ. അതൊക്കെ എന്തായാലും പടം എന്തായാലും വരും. ഒരു 3 മാസത്തിനും അല്ല 4 മാസത്തിനും റിലീസ് ഉണ്ടോ അവിടെ ഓൾമോസ്റ്റ് ആയിരിക്കും. അപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇസ് കമ്മിങ് നിയർ യുവർ ഹൗസസ്. വീടുകളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ ഉണ്ടാവും. എല്ലാവരും പോയി കണ്ട് വെള്ളിയാഴ്ച ആണോ എന്നതല്ല, ഡേറ്റ് വിൽ ബി അനൗൺസ്ഡ് ലൈക്ക് ടുഡേ ഓർ ടുമോറോ. നാളെ എന്തായാലും അറിയാം എന്നാണ് ഡേറ്റ് എന്നുള്ളത്. ഒരുപാട് ഡിലേ ആവാൻ സാധ്യതയില്ല. അപ്പോ മേ ബി 1 വീക്ക് കൂടി ചിലപ്പോൾ ആയേക്കാം, ചിലപ്പോൾ സെയിം ഡേറ്റ് തന്നെ ആയേക്കാം. എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതാണ്. താങ്ക് യു വെരി മച്ച്.